ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2024 കലണ്ടർ വർഷത്തിന് തിരിച്ചടി വീഴുകയാണ്. ഈ വർഷം ഇതുവരെയുള്ള പ്രകടനം നോക്കുമ്പോൾ NSEയുടെ അടിസ്ഥാന ഓഹരി സൂചികയായ നിഫ്റ്റി 11% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് വിഭാഗം ഓഹരികളുടെ പൊതുസൂചികകളാകട്ടെ 30% മുന്നേറ്റവും കാഴ്ചവെച്ചിരിക്കുന്നു. എന്നാൽ ഇതേ സ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടറൽ സൂചികയായ ബാങ്ക് നിഫ്റ്റി 8% മാത്രമാണ് ഉയർച്ച കൈവരിച്ചിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതുവർഷം 2025 കടക്കാനിരിക്കവേ ബാങ്ക് നിഫ്റ്റി സൂചികയുടെ സാധ്യതകളും ഏതൊക്കെ ബാങ്ക് ഓഹരികൾ തിളങ്ങാമെന്നും പരിശോധിക്കാം. ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകളും ഓട്ടോമേഷൻ ബാങ്കിംഗ് മേഖലയെ പുനർനിർവചിക്കുകയാണ്. നവീന സാങ്കേതിക വിദ്യകളെ കാര്യശേഷിയും ലാഭക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ചവിട്ടുപടിയായാണ് ബാങ്കിംഗ് സ്ഥാപനങ്ങളും പരിഗണിക്കുന്നത്. ചുരുക്കത്തിൽ താരതമ്യേന ശക്തമായ അടിസ്ഥാന ഘടകങ്ങളും സമ്പദ്ഘടനയുടെ മൊത്തത്തിലുള്ള അനുകൂലാവസ്ഥയും മേഖലയുമായി ബന്ധപ്പെട്ട സാങ്കേതികപരമായ മുന്നേറ്റങ്ങളും കാരണം പുതുവർഷത്തിലും ബാങ്കിംഗ് ഓഹരികളുടെ സാധ്യതകൾ ശോഭനമാണെന്നാണ് മാർക്കറ്റ് അനലിസ്റ്റുകളുടെ പൊതു അഭിപ്രായം. വാല്യുവേഷൻ്റെ അടിസ്ഥാനത്തിലായാലും ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് ലഭിക്കാവുന്ന സുരക്ഷിതത്വത്തിൻ്റെ കാര്യം പരിഗണിച്ചായാലും 2025 വർഷക്കാലയളവിനിടെ തിളങ്ങാൻ സാധ്യതയുള്ള കൂട്ടത്തിൽ മുൻനിരയിലാണ് ബാങ്ക് ഓഹരികളുടെ സ്ഥാനമെന്ന് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ കൊടക് സെക്യൂരിറ്റീസിന്റെ ഇക്വിറ്റി റിസർച്ച് വിഭാഗം തലവൻ ശ്രീകാന്ത് ചൗഹാൻ പറഞ്ഞു. അറ്റ പലിശ വരുമാനം ഇടിയാൻ പരിമിതമായ സാധ്യതയെ മുന്നിലുള്ളൂ എന്നതും ഇരട്ടയക്ക നിരക്കിൽ വായ്പ വിതരണത്തിൽ കൈവരിക്കാവുന്ന വളർച്ചയും ശക്തമായ അസറ്റ് ക്വാളിറ്റിയും ഒക്കെ കാരണം ബാങ്കിംഗ് സെക്ടറിന് മുൻപാകെ സ്ഥിരതയാർന്ന അവസരങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രമുഖ അനലിസ്റ്റായ ശ്രീകാന്ത് ചൗഹാന്റെ ഈ അഭിപ്രായ പ്രകടനം. അടുത്തിടെ കരുതൽ ധനശേഖര അനുപാതത്തിൽ 0.5% കുറവ് വരുത്താൻ റിസർവ് ബാങ്ക് തയ്യാറായിരുന്നു. ഇതിനെ തുടർന്ന് ബാങ്കിംഗ് സംവിധാനത്തിലെ ലിക്വിഡിറ്റി വർദ്ധിക്കാൻ ഇടയാകും. തൽഫലമായി വായ്പാ വിതരണം ശക്തിപ്പെടുകയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിലേക്കും വഴിതെളിക്കും. ഇതും ബാങ്ക് ഓഹരികൾ അനുകൂല നീക്കങ്ങളുടെ സാധ്യത തുറക്കുന്നവയാണെന്ന് ഷെയർ മാർക്കറ്റിൽ അനലിസ്റ്റ് അനുപം റുക്ത പറഞ്ഞു. NSEയിലെ ബാങ്ക് ഓഹരികളുടെ സെക്ടറൽ സൂചികയായ ബാങ്ക് നിഫ്റ്റിക്ക് വരുന്ന വർഷത്തിലും കുതിപ്പിനുള്ള ലക്ഷ്യങ്ങളാണ് പ്രകടമാക്കുന്നതെന്നാണ് പ്രമുഖ അനലിസ്റ്റുകളുടെ അഭിപ്രായം. സർവകാല റെക്കോർഡ് ഉയരത്തിൽ നിന്നും 4% മാത്രം താഴെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. താരതമ്യേന ശക്തമായ നിലയിൽ തന്നെയാണ് ബാങ്ക് ഓഹരികളുടെ സൂചിക ഇപ്പോഴും ഉള്ളത് എന്നതിന്റെ സൂചനയാണിതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ആഴ്ച ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റി സൂചിക 54,000-നും 50,000 നിലവാരത്തിനും ഇടയിലുള്ള സ്ഥിതിയാർജിക്കൽ നീക്കമാണ് നടത്തുന്നതെന്ന് കാണാം. ടെക്നിക്കൽ ഇൻഡിക്കേറ്ററായ RSIയിൽ പോസിറ്റീവ് മൗനവും പ്രകടമാണ്. 54,000 നിലവാരം ശക്തിയോടെ മറികടക്കാൻ സാധിക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സൂചികയ്ക്ക് 58,000 മുതൽ 60,000 വരെയുള്ള നിലവാരത്തിലേക്ക് സമീപഭാവിയിൽ മുന്നേറാൻ സാധിക്കുമെന്ന് ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിംഗിന്റെ ഇക്വിറ്റി റിസർച്ച് അനലിസ്റ്റായ മണ്ടാർ ഭോജനെ പറഞ്ഞു. മൂല്യമതിപ്പിൽ താഴ്ന്നു നിൽക്കുന്നവ അഥവാ ഫെയർ വാല്യുവേഷൻ പ്രകടമാക്കുന്ന ഓഹരികളെ മാത്രം പരിഗണിക്കുന്നതിന് പകരം സ്ഥിരതയാർന്ന നിരക്കിൽ സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കുന്ന മുൻകൂട്ടി കാണാൻ കഴിയുന്നതും ക്വാളിറ്റിയുമുള്ള ഓഹരികൾക്കാകണം നിക്ഷേപകർ പരിഗണന നൽകേണ്ടതെന്നാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയായ പ്രൂഡന്റ് ഇക്വിറ്റിയുടെ ഫണ്ട് മാനേജറായ ദിവാകർ റാണ അഭിപ്രായപ്പെടുന്നത്. അതേപോലെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ ശക്തമായ നിലയിൽ ഉള്ളപ്പോഴും തിരുത്തൽ നേരിടുന്ന ഓഹരികളിൽ നിക്ഷേപം തുടരുന്നത് വിവേകമുള്ള തീരുമാനമാണെന്ന് മുൻകാല ചരിത്രവും സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ 5 ഓഹരികളെ സമീപഭാവിയിലേക്ക് ബാങ്കിംഗ് സെക്ടറിൽ നിന്ന് നിക്ഷേപത്തിനെ പരിഗണിക്കാമെന്ന് കൊടക് സെക്യൂരിറ്റീസിന്റെ ഇക്വിറ്റി റിസർച്ച് വിഭാഗം തലവൻ ശ്രീകാന്ത് ചൗഹാൻ സൂചിപ്പിച്ചു. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്വം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക. ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.